അപ്പോൾ ഞാൻ ആ ഗ്രൗണ്ടിനെ ഭംഗി കാണിക്കാൻ വേണ്ടി ചോദിച്ചിട്ടല്ല, ഞാൻ ചെറിയൊരു പെട്ടിക്കട തുടങ്ങി. ആ പെട്ടിക്കടയിലാണ് ഇപ്പോഴത്തെ എന്താ പറയുക നമ്മളെ പണി. അപ്പോൾ ആ പെട്ടിക്കട എന്താണെന്ന് കാണിച്ചു തരാം. ചെറിയൊരു പെട്ടിക്കട കേട്ടോ. ഇതാണ് നമ്മളെ പെട്ടിക്കട. കണ്ടാ ഇങ്ങനെ കുറേ തുണികൾ തൂക്കിയിട്ടുണ്ട്, നിരത്തി തുണികൾ തൂക്കിയിട്ടാണ്. ഇതാണ് നമ്മളെ കട. കണ്ടാ ബ്രസീലിൻ്റെ കൂടിയൊക്കെ കണ്ടിട്ടോ. ഇഷ്ടംമാതിരി ബനിയനുകൾ, തിരുപ്പൂർ ഷോപ്പിലെ ബനിയനുകളാണ്. അങ്ങനെ നിരത്തി കുറേ ബനിയനുകൾ, ഷർട്ടുകൾ, വില കുറഞ്ഞ ഷർട്ടുകൾ, വില കുറഞ്ഞ ടോപ്പുകൾ, പിന്നെ പലാസ, അതൊക്കെയാണ് ഇവിടെ ഷോപ്പിലുള്ളത്. അപ്പോൾ ഇതുമായിട്ടാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ടോപ്പുകൾ 150, 200, 300, 110 ഒക്കെ ഉള്ള ബനിയനുകൾ എല്ലാ ബനിയനുണ്ട്. കൂടി ബനിയന്. പിന്നെ ഷർട്ടുകളാണ്, ചെക്ക് ഷർട്ടുകളുണ്ട്. 300, 350 റുപ്യൊക്കെയാണ് വില. പിന്നെതാ ബനിയനുകൾ. ഇതാണ് നമ്മുടെ കച്ചവടം. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അടിയിൽ കുറേ സ്റ്റോക്ക് സാധനങ്ങളുണ്ട്. പിന്നെ പുറത്തൂടെ റോഡുമ്മൽ നിരത്തി വെച്ചാണ് ഉണ്ടോ. അപ്പോൾ ഇതിപ്പോൾ വരുന്നവരുടെ വെച്ചാൽ നമ്മളെ വയനാട് കോഴിക്കോട് റോഡിൽ അമ്പായത്തോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് ഓരോ തുണി വാങ്ങി നമ്മളെ സഹകരിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മളെ പണി. കാക്കി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ സാധനം കയറ്റിയിട്ട് ചില അങ്ങാടികളിലൊക്കെ പോയിട്ട്, തിരക്കുള്ള അങ്ങാടികളിലൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ കച്ചവടം ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ജീവിതമാർഗ്ഗങ്ങൾ. അപ്പോൾ എല്ലാ ആളുകളും നമ്മളെ സഹായിക്കാം. ഇവിടെ നല്ല വ്യൂ കേട്ടോ. അതാ അടിപൊളിയാണ്, അടിപൊളി ഗ്രൗണ്ടാണ്. അപ്പം മഴ ആയതുകൊണ്ട് കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കളിയില്ല. നടുക്ക് ഒരു പിച്ചാണ്, ക്രിക്കറ്റ് പിച്ചാണ്. അപ്പോൾ അമ്പായത്തോട് ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഓക്കെ.